ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു ചിന്തയുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ചിന്തിച്ച ചിന്തയാണ്, എന്താണ് മനുഷ്യന് തിന്നാനുള്ളത്, എന്താണ് മനുഷ്യന് കുടിക്കാനുള്ളത്. അത് പണ്ട് കാലത്ത് ചിന്തിച്ചിരുന്ന ചിന്തകളാണ്. ഇന്ന് അങ്ങനെ ആരും ചിന്തിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നത്തെ കാലങ്ങളും ഇന്നത്തെ രീതികളൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സമീപവാസിയും അകന്ന ബന്ധുവൊക്കെ ആയിട്ടുള്ള ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെയൊക്കെ ജീവിത ശൈലികളൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഊരാളി ചേമ്പ് എന്നും പറഞ്ഞൊരു ചേമ്പുണ്ട്. നമ്മുടെ നാട്ടിൽ കൊന്തവാഴ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, കൊന്തവാഴ. ഇപ്പം അതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് മധുരമൊക്കെ ഉള്ള സാധനം, വാഴയുടെ ഇല പോലെ ഒരു ചെറിയ സാധനം. ഞങ്ങളതിന് ഊരാളി ചേമ്പെന്നും പറയും. ഈ ഊരാളി ചേമ്പൊക്കെ തിന്നാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ വളർന്നു വന്നത്. 4 മണി വിട്ട്, പള്ളിക്കൂടത്തിൽ 4 മണി വിട്ട് നേരെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫുട്ബോൾ തട്ടി കളിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ഒന്ന് വയറു നിറച്ച് കഴിക്കുന്നുള്ള സംവിധാനങ്ങൾ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സമഗ്ര ശിശു മാതൃ സംരക്ഷണ കേന്ദ്രത്തിലെ ഉപ്പുമാവും കുറുക്കുമൊക്കെ തിന്ന് വയറിൻ്റെ ഒട്ടിക്കിടക്കുന്ന അളവ് നോക്കി കൊണ്ടു ചെല്ലുന്ന പാത്രത്തിനകത്ത് വിളമ്പിത്തരുന്ന ഒരു കൊച്ചിക്കാരി അമ്മച്ചിയെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. വിശപ്പ് അടങ്ങുകയില്ലെന്ന് കാണുമ്പം അവിടുത്തെ പാത്രങ്ങൾ കഴുകാൻ എന്നെ ഏൽപ്പിക്കുകയും കഴുകാൻ ഏൽപ്പിച്ച പാത്രം തിരികെ കൊണ്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പുമാവും കൂടെ തന്ന് വയറ് നിറച്ച എൻ്റെ ബാല്യകാലം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ച ചിന്തയാണ്, എന്ത് തിന്നും എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മളിന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാനും നിങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. ഞാൻ കൊട്ടാരക്കരയിലെ കരിക്കം എന്നൊരു സ്ഥലത്ത് സുവിശേഷ പ്രഭാഷണത്തിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നപ്പം ഞാൻ രാവിലെ വരുന്ന കണ്ണോടിച്ചപ്പോൾ 17 ഐറ്റംസാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് നിരന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് തിന്നുമെന്ന ചോദ്യം അന്ന് നിർത്തി. ഞാൻ ആ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഏത് തിന്നും എന്ന് ചോദിച്ചു. കാരണം ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ച ചിന്തയാണ്, എന്ത് തിന്നും, തിന്നാനൊന്നുമില്ല. പക്ഷേ കാലം മാറി വീടുകളിലൊക്കെ 2-3 ഐറ്റംസൊക്കെയാണ് രാവിലെ വരുന്നത്. പഴങ്കഞ്ഞി മാതാപിതാക്കൾക്ക്, നൂഡിൽസ് പിള്ളേർക്ക്, പുട്ടും പപ്പടവും അപ്പന്, അമ്മയ്ക്ക് എല്ലാറ്റിനും കൂടെ ബാക്കി. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഞാൻ ചോദിച്ചു എന്ത് തിന്നും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ മേശപ്പുറത്ത് വന്നപ്പോൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഏത് തിന്നും.